ഇപ്പോൾ PC ജോർജ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സഭയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. മടങ്ങളിലെല്ലാം വിളിച്ച് UDF വോട്ട് ചെയ്യാൻ പറഞ്ഞു. മര്യാദയാണോ കാണിച്ചത്? മര്യാദയാണോ? അത് പറയാൻ അയക്കെന്താ അവകാശം? ഈ സഭ എന്ന് പറഞ്ഞാൽ UDF ആണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പൂഞ്ഞാറിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ 3 പേരാണ്. ഞാനും UDFും LDFും. ഈ സഭയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ടാണ്. മറ്റ് രണ്ടവന്മാർക്ക് എന്ത് കിട്ടി? അവന്മാർക്കൂടെ എന്ത് കിട്ടിയിട്ടാണ് ഈ സഭ ഇങ്ങനെ വൃത്തികെട്ട പണി ചെയ്യുന്നത്? നാണം കെട്ടവന്മാർ. ഈ സഭയെ തള്ളിപ്പറയേണ്ടി വരും. സഭയല്ല തള്ളിപ്പറയുന്നത്, ഇങ്ങനെ മെത്രാന്മാരെ തള്ളിപ്പറയും. ഒരു സംശയം വേണ്ട. ഈ മെത്രാന്മാരപ്പം നിരന്തരം, അതായത് BJPക്ക് വോട്ട് ചെയ്യേണ്ട, ഇത്രയൊക്കെ വിഷയങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ BJPക്ക് വോട്ട് ചെയ്യേണ്ട എന്നുള്ള അതേ നിലപാടിൽ തന്നെ അവർ നിൽക്കുകയാണ് അല്ലേ? ബോധം വിവരം വേണ്ട ഇവനൊക്കെ. ഞാൻ പച്ചക്കങ്ങ് പറയാം. അതായത് നിയമം കൊണ്ടിരുന്നു. ആ നിയമം കൊണ്ടിരുന്ന ഇവർക്ക് ഇത്ര വിഷമം. വിദേശത്ത് പണം മേടിക്കുന്നു. ആ പണം മേടിക്കുന്ന കണക്ക് കൊടുത്താൽ എന്നാ കുഴപ്പം? ഇതൊക്കെ രസമല്ല. എന്നിട്ടും കത്തോലിക്ക സഭയാണ് ക്രിസ്ത്യാനിയാണല്ലോ എന്ന് വെച്ചാൽ അമിത്ഷാ തന്നെ നേരിട്ടിടപെട്ട് കത്തോലിക്ക സഭയുടെ ഇതിനോട് പറഞ്ഞു, ഒരു പ്രശ്നമില്ല, നിങ്ങൾ വഴക്കുണ്ടാക്കേണ്ട, നിങ്ങളെ ഒരു ഉദ്രവം ഉണ്ടാകില്ല, കണക്ക് തന്നാൽ മതി. ഏത് കണക്ക് തന്നാലും അപ്രൂവ് ചെയ്തേക്കാം. അതുപോലെ തന്നെ റിജു മന്ത്രി ഇതുകൊണ്ട് ക്രൈസ്തവ യോഗത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ അനുവദിക്കാൻ പ്രശ്നമില്ലെന്ന്. എന്നിട്ട് ഇവന്മാർ പിന്നെ എന്തിനാണ് കിടന്ന് കുരയ്ക്കുന്നത്? ആ കൊര UDFിന് വേണ്ട. ഇവൻ്റെയൊക്കെ മനസ്സിലിരിക്കുന്ന നാറിയ രാഷ്ട്രീയമാണ്. അതാണ് പച്ചയ്ക്ക് ഞാനിങ്ങനെ നിലപാട് മാത്രമാണോ അതോ മറ്റ് പാലാ പിതാവുണ്ടല്ലോ, ഓരോ മെത്രാന്മാരുടെ മനസ്സിൽ രാഷ്ട്രീയം ഓരോരുത്തന്മാർ പറയുക. പാലാ പിതാവുണ്ടല്ലോ, അങ്ങനെ ഇതുവരെ ഒരു രാഷ്ട്രീയം പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഏതെങ്കിലും പാർട്ടിക്ക് വോട്ട് അപ്പം അങ്ങനെ ഉണ്ട്. അത് അവരെ പറ്റി അവരെ ആ രീതിയിൽ തന്നെ അതായി പറയാം. രാഷ്ട്രീയം പറയുന്ന മെത്രാന്മാരെ രാഷ്ട്രീയക്കാരെ ഞങ്ങൾ കാണും. ഞങ്ങളും രാഷ്ട്രീയമായിട്ട് ഇടപെടും. അവരോട് ബഹുമാനമൊന്നും ഞങ്ങൾക്ക് കാണുകയില്ല. അത്രോ. ദീപിക പത്രത്തിൽ അതിരൂക്ഷ വിമർശനം പറഞ്ഞിട്ടുണ്ട്. ദീപി ഒരു പത്രമാണ്. ആ പത്രം വായിക്കുന്നുള്ളൂ വട്ട്. അതിപ്പോൾ ഞാനും എന്നും വായിക്കുന്നുണ്ട്. ചർമ്മം അറിയാൻ വേണ്ടി അത് പറ്റുള്ളൂ. ചർമ്മ വാർത്ത. ഇത്ര നാണം കെട്ടിയ ഒരു പത്രമുണ്ടോ? ഞാൻ ചെയ്യട്ടെ, ഇവിടെ അത് നിങ്ങൾ പത്രം എടുത്തോ. 3 സ്ഥാനാർത്ഥി മത്സരിക്കുക. എൻ്റെ പേരോ പടമോ ഇന്നുവരെ വന്നിട്ടില്ല ദീപികയിൽ. അത്ര തന്തയ്ക്ക് പറക്കാത്തവന്മാരാ ആ ദീപി നടത്തുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ ഒരു ഇലക്ഷന് 3 മുന്നണി സ്ഥാനാർത്ഥി, 2 മുന്നണി സ്ഥാനാർത്ഥി പടവും മൂന്നാമത്തെ മുന്നണി സ്ഥാനാർത്ഥി ഉണ്ടെന്ന് പറയാനുള്ള മര്യാദ കാണിക്കട്ടെ ഇവന്മാർ. തന്തയ്ക്ക് പറക്കാത്തൊരു നിയമരെ പറ്റി, ദീപിയെ പറ്റി വൃത്തികെട്ടവന്മാർ. ആ പത്രം വായിക്കരുതെന്ന് ഞങ്ങളോട് പറയുന്നു. ദൈവം അനുകരിച്ച് നിയമസഭയിലും ഈ പത്രം വായിക്കരുതെന്ന് ഞങ്ങളോട് പറയും. സഭയുടെ ആശങ്കകളാണ് പലപ്പോഴും പത്രത്തിലൂടെ, ദീപിക പത്രത്തിലൂടെ എഡിറ്റോറിയലായിട്ടൊക്കെ വരുന്നത്. അത് ശ്രദ്ധിച്ചിട്ടില്ലേ? ആശങ്ക എന്താ? ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് ഇവന്മാരെല്ലാം കൂടെ പോയി സംസാരിച്ചല്ലോ കേന്ദ്ര ഗവൺമെന്റുമായിട്ട്. അവിടെ ആശങ്കയില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി കഴിച്ച് വൃത്തിയോട് പറയുക. ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ അന്ന്, അതായത് ഇന്നലെയാണോ ഈ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മഠങ്ങളിൽ വിളിച്ചിരിക്കുന്നത്? അതെ, മിനിങ്ങാന്ന്. എങ്ങനെയാ പറഞ്ഞത്? BJPക്കല്ല, UDF വോട്ട് ചെയ്യണമെന്ന് പച്ചയ്ക്ക് അങ്ങ് പറയല്ലേ. മോശമല്ല പറച്ചിലൊക്കെ. ഇനി എന്തായിരിക്കും സഭയോടുള്ളൊരു നിലപാട്? എന്തായിരിക്കും സഭയോട്? സഭ നമ്മുടേതാ. മെത്രാന്മാരാണോ സഭ? നിങ്ങൾ ആര് പറയും സഭ മെത്രാന്മാരാ സഭയെന്ന്? സഭയെ മെത്രാന്മാരുമായിട്ടല്ല. സഭയിലെ അതായത് ഇപ്പോൾ ഒരു പട്ടം കിട്ടിയാൽ അളി ചാകുന്നവരെ പട്ടം കിട്ടിയിട്ടുണ്ട്. അച്ഛനെ ഒരു മെത്രാനായാൽ ചാകുന്നവരെ മെത്രാനാണ്. അത് മാറ്റാൻ പറ്റുകയില്ല. അതാണ് സഭയുടെ നിയമം. എന്ന് വിചാരിച്ച് ചുമ്മാർ പറഞ്ഞ മുഴുവൻ കേട്ടോണമെന്നൊന്നും സഭയെ പറഞ്ഞിട്ടില്ല. സഭ ഞാൻ വിശ്വാസിയാണ്. കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പോയി കുർബാന കണ്ട് കുമ്പസാരിക്കുക മാത്രമല്ല, കുർബാന കണ്ടത് മാത്രമല്ല, കുർബാന കൈക്കൊണ്ടവനായി. ആ ഞാനാ പറയുന്നത് ഈ മെത്രാന്മാർ കഴിക്കുന്ന പൂക്കൃത്തരമാണെന്ന്. മനസ്സിലായില്ലേ? പറയാതിരിക്കാൻ പറ്റുമോ? എനിക്കൊരു ചുക്കും പറ്റിയില്ല. അയാൾ പറഞ്ഞപ്പോൾ ഷെവലിയർ VC സെബാസ്റ്റ്യൻ അങ്ങനെ വിളിച്ച സിസ്റ്റേഴ്സ് പറഞ്ഞു, മെത്രാൻ അങ്ങനെ ഉളത്തരം പറയും, നിങ്ങളത് കേൾക്കണ്ടെന്ന്. അപ്പോൾ തീർന്നു പോയി. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് FCRAയുമായി ബന്ധപ്പെട്ട് ഒന്ന് ബിഷപ്പുമാർക്കെതിരെ താങ്കൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. അത് തിരിഞ്ഞ് എഫക്ട് ചെയ്തതാണോ ഈ തെരഞ്ഞെടുപ്പിൽ? 2 കുന്തം. ഈ ഒരു വേണ്ട ചോദ്യം ചോദിക്കാടി ഒരു പത്രക്കാരൻ. ഞാൻ ജയിക്കുന്നതിന് എങ്ങനെ? ഞാൻ ജയിക്കും, സംശയമൊന്നും വേണ്ട. പണമുള്ളവരല്ലേ കൊടുക്കുന്നത്, ഇല്ലാത്തവർ കൊടുക്കാൻ പറ്റുകയില്ലല്ലോ. ഈരാറ്റുവട്ടൊന്നും പണം കൊടുത്തില്ല. ഈരാറ്റുവട്ട ആരും പണം കൊടുക്കുകയല്ല. ഈരാറ്റുവട്ട പണം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, പണം കൊടുക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ആരാ പേരനെ? എനിക്കറിയത്തില്ല അയാളെ. അത് ഷാജിയോ? ഷാജി ആ വൃത്തികേടിന് പോകാൻ നമുക്ക് സാധ്യതയില്ലല്ലോ.
ഓടാന്ന് പറയാം ചുമ്മാ കള്ളത്തിനും അല്ലാതെ ഈ ഛത്തീസ്ഗഡ് വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ വലിയ ബന്ധമുണ്ടാക്കാൻ BJP നേതൃത്വം ശ്രമിക്കുന്ന ഒരു കാഴ്ച, സഭയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച കണ്ടു. എന്താണ് ഈ തുടർന്ന് ഞങ്ങളുടെ ഗുരുതരമായ വിമർശനങ്ങളും പരാമർശങ്ങളും ഒക്കെയാണ് PC ജോർജ് നടത്തുന്നത്. കുറച്ച് സഭയ്ക്കെതിരെയല്ല, മെത്രാന്മാർക്കെതിരെയാണ് തന്റെ വിമർശനം. ചില മെത്രാന്മാർ കോൺഗ്രസിന് വേണ്ടി തന്നെ പരസ്യമായി നിലപാട് പറഞ്ഞു. ഒപ്പം FCRA ബില്ലിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തുന്നു. ബില്ല് എന്തായാലും വരും, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ പോയി വീട്ടിലിരിക്കട്ടെ എന്നതാണ് PC ജോർജിന്റെ പക്ഷം. ഷിനോജ് ST വിവരങ്ങളുമായി. ഷിനോജ്, തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് പിറ്റേന്ന് PC ഇങ്ങനെയൊക്കെ തുറന്നടിക്കണമെങ്കിൽ വോട്ടൊന്നും കിട്ടിയില്ല എന്നൊരു തോന്നലിലാണോ, അതോ ഇനി നല്ല നിലയ്ക്ക് പോയിട്ട് കാര്യമില്ല എന്ന PC ജോർജിന്റെ നിലപാടിലാണോ? ശ്രീജ, തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെയാണ് PC ജോർജ് ഇത്തരത്തിൽ സഭയ്ക്കെതിരെയും മെത്രാന്മാർക്കെതിരെയും വലിയ രൂക്ഷമായ ഭാഷയിൽ തുറന്നടിക്കുന്നത്. പൂഞ്ഞാറ്, പാലാ ഉൾപ്പെടെയുള്ള 2 മണ്ഡലങ്ങളിൽ BJPക്ക് ഏതെങ്കിലും തരത്തിൽ വിജയിച്ച കാരണമെങ്കിൽ അവിടെ ക്രിസ്ത്യൻ വോട്ട് വളരെ നിർണായകമാണ്. അതിനാൽ തന്നെ ആ തരത്തിലുള്ള പല നീക്കങ്ങളും ഒക്കെ തന്നെ PC ജോർജും അതുപോലെ തന്നെ ഷോൺ ജോർജും ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഫലം കണ്ടില്ല എന്നതാണ് PC ജോർജിന്റെ നിലവിലെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. PC ജോർജിനെ ചൊടിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് പല മഠങ്ങളിലും ഫോൺ വിളിച്ച് നേരിട്ട് UDFന് വോട്ട് ചെയ്യണം എന്ന തരത്തിലൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് PC ജോർജ് അറിഞ്ഞു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രൂക്ഷമായ ഭാഷയിൽ മെത്രാന്മാർക്കെതിരെ PC ജോർജ് രംഗത്തെത്തിയിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാത്രമല്ല, പല ബിഷപ്പുമാർക്കെതിരെയും ഇതിൽ പറയുന്നുണ്ട്. നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പിനെതിരെ PC ജോർജ് വലിയ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. തലയ്ക്ക് വിവരമില്ലാത്ത, ബോധമില്ലാത്ത തലത്തിലുള്ള ആളാണ് ഈ ആർച്ച് ബിഷപ്പ്, തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് അന്ന് PC ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് തൊട്ട് പിന്നാലെ അത് 24 മണിക്കൂർ കഴിയുന്നതിന് മുൻപേ അത് പിൻവലിച്ച് മാപ്പ് പറയുന്നത് PC ജോർജിനെയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ സഭയ്ക്കും സഭാ നേതൃത്വത്തിനെതിരെ PC ജോർജ് രംഗത്തെത്തുന്നത്. PC ജോർജ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് FCRA ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. FCRA ബില്ലിൽ കണക്ക് കാണിക്കുന്നതിന് എന്താണ് പ്രശ്നം എന്നാണ് സഭയോട് PC ജോർജ് ചോദിക്കുന്നത്. അതായത് ഇന്നലെ വരെ പറഞ്ഞ അഭിപ്രായമല്ല, ഇന്നലെ വരെ PC ജോർജും ഷോൺ ജോർജും ഒക്കെ പറഞ്ഞ അഭിപ്രായമല്ല ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന് പിറ്റേന്ന് PC ജോർജ് പറയുന്നത്. അതായത് FCRA ബില്ല് വരും, ആശങ്കയുള്ളവരൊക്കെ തന്നെ വീട്ടിൽ പോയിരിക്കട്ടെ എന്നൊരു മറുപടിയാണ് PC ജോർജ് പറയുന്നത്. ഇന്നലെയൊക്കെ തന്നെ FCRയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ പരിഹരിക്കും, ആശങ്കകളൊക്കെ തന്നെ സഭയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നൊരു നിലപാടാണ് PC ജോർജ് എടുത്തിരുന്നെങ്കിൽ അത് അങ്ങനെയല്ല. FCRA ബില്ല് വരും, അതിലെന്തെങ്കിലും ആശങ്കയുള്ളവരൊക്കെ തന്നെ പള്ളിയിൽ പോയിരിക്കും. അതായത് തങ്ങൾക്കൊപ്പം സഭ ഉണ്ടായിരുന്നില്ല എന്നൊരു ബോധം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് PC ജോർജൊക്കെ തന്നെ മനസ്സിലാക്കുകയാണ്. പല സഭകളും പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പായിക്കോട്ടെ അത്തരത്തിൽ UDFന് വേണ്ടി വോട്ട് ചെയ്യണം, UDF അതിന് PCയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ മെത്രാന്മാരൊക്കെ തന്നെ UDFന് വേണ്ടി കുരയ്ക്കുകയാണ് എന്നൊരു പ്രയോഗമാണ് PC ജോർജ് നടത്തിയത്. അങ്ങനെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ഇപ്പോൾ ഈ ബിഷപ്പുമാർക്കെതിരെ PC ജോർജ് നടത്തിയിരിക്കുന്നത്. എന്തായാലും FCRA ബില്ലുമായി ബന്ധപ്പെട്ട് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം നടത്തുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ട് പിറ്റേന്ന് ഇത്തരത്തിൽ PC ജോർജും ഷോണും ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്ന സമയത്ത് തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ അനുകൂലമായി തങ്ങൾക്ക് മാറിയിട്ടില്ല എന്നൊരു വികാരം PC ജോർജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം പാലായും പൂഞ്ഞാറും ഒക്കെയുള്ള മണ്ഡലങ്ങളിൽ ക്രിസ്ത്യൻ വോട്ട് വളരെ നിർണായകമാണ്. പൂഞ്ഞാറാണെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ, ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളൊക്കെ തന്നെയാണ് ജയസാധ്യത ഉൾപ്പെടെ നിർണ്ണയിക്കുന്നത്. അതിൽ തങ്ങൾക്ക് അനുകൂലമായി ഒരു ഏകീകരണം ഉണ്ടായിട്ടില്ല എന്ന് PC ജോർജ് മനസ്സിലാക്കുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അതിരൂക്ഷമായ ഭാഷയിൽ PC ജോർജിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വരുന്നത്. താൻ പറയുന്നത് ഒരിക്കലും സഭയ്ക്ക് എതിരല്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ചില മെത്രാന്മാർക്കെതിരാണ്. കാരണം ഈ മെത്രാന്മാരാണ് മഠങ്ങളിലും വിശ്വാസികളുടെ ഇടയിലുമൊക്കെ തന്നെ വിളിച്ച് BJPക്ക് വോട്ട് ചെയ്യരുത്, പകരം UDFന് ഇത്തവണ വോട്ട് ചെയ്യണമെന്ന തരത്തിലൊരു നിർദ്ദേശം നൽകിയത് ആയിട്ടുള്ള കാര്യമൊക്കെ തന്നെ PC ജോർജ് പറയുന്നത്. അവർ പറയുന്നതിന് എതിരെയാണ് ഞാൻ പറയുന്നത്. അതായത് സഭയ്ക്ക് പല കാര്യങ്ങളും FCRA ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നീട്ടിവെച്ചതൊക്കെ തന്നെ ഈ BJP ഇടപെട്ടുകൊണ്ടാണ്. അതായത് കേരളത്തിലുള്ള ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞിട്ടാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നീട്ടിക്കൊണ്ടുപോയത്. പക്ഷേ ഷിനോജ്, എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ പിറ്റേന്ന്, വോട്ടെടുപ്പിന് തൊട്ട് പിറ്റേന്ന് PC ജോർജും ഷോൺ ജോർജും ഇങ്ങനെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുമ്പോൾ അവർ പ്രതീക്ഷിച്ചതൊന്നും സഭകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല, അല്ലെങ്കിൽ ആ വോട്ടുകൾ കിട്ടിയില്ല എന്നൊരു നിരാശയിലാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു.